എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th സ്പർശ എന്ന ബുക്കിലെ കല്ലു കുമാർ കി ഉനാക്കോട്ടിയാണ്. അത് 3ാമത്തെ ചാപ്റ്ററാണ്. അതിൽ ഇതിൻ്റെ ക്ലാസ് 2 ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്, കേൾക്കുക. ഇതതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ്. നോക്കാം നമുക്ക്. उनाकोटी का अर्थ स्पष्ट करते हुए बतलाइए कि यह स्थान इस नाम से क्यों प्रसिद्ध है. ഉനാക്കോട്ടിയുടെ അർത്ഥം സ്പഷ്ടമാക്കിക്കൊണ്ട് വിവരിക്കുക. എന്ത് വിവരിക്കുക? യഹ് സ്ഥാൻ, ഈ സ്ഥലം, ഇസ് നാം സെ ക്യോം പ്രസിദ്ധ ഹെ, ഈ പേരിൽ എങ്ങനെയാണ് പോപ്പുലറായത് അല്ലെങ്കിൽ പ്രസിദ്ധമായത്. ഉനാക്കോടി കാ അർത്ഥ ഹെ ഏക് കരോൾ സെ ഏക് കം. എന്താണ് ഉനാക്കോടിയുടെ അർത്ഥം? നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു. ഒരു കോടിയിൽ നിന്നും ഒന്ന് കുറവിനെയാണ് എന്ത് പറയുന്നത്? ഉനാക്കോട്ടി എന്ന് പറയുന്നത്. ത്രിപുരാമേ ഏക് ജഗ ഹെ ഉനാക്കോട്ടി, ത്രിപുരയിലെ ഒരു സ്ഥലമാണ് എന്ത്? ഉനാക്കോട്ടി. ഇസ്കേ ലിയേ ഏക് ദന്ത് കഥ ഹേക്കി. ദന്ത് കഥ എന്ന് പറഞ്ഞാൽ കേട്ട് എന്താ പറയുക, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th സ്പർശ എന്ന ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററായ കല്ലു കുമാർ കി ഉനാക്കോട്ടിയാണ്. ഇത് എൻ്റെ ക്ലാസ് 2 പാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ്. നിങ്ങൾ കേട്ട് നോക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഉനാക്കോടി കാ അർത്ഥ സ്പഷ്ട കർത്തേ ഹുയെ ബतलाइए कि यह स्थान इस नाम से क्यों प्रसिद्ध है. ഉനാക്കോട്ടിയുടെ അർത്ഥം വ്യക്തമാക്കിക്കൊണ്ട് പറയുക, ഈ സ്ഥലം എന്തുകൊണ്ടാണ് ഈ പേരിൽ പ്രസിദ്ധമായി തീർന്നത്. ഉനാക്കോട്ടി കാ അർത്ഥ ഹെ ഏക് കരോൾ സെ കം. ഉനാക്കോട്ടിയുടെ അർത്ഥം നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞു. ഒരു കോടിയിൽ നിന്നും ഒന്ന് കുറവിനെയാണ് എന്ത് പറയുന്നത്? ഉനാക്കോട്ടി എന്ന്. ത്രിപുരാമേ ഏക് ജഗ ഹെ ഉനാക്കോട്ടി, ത്രിപുരയിലെ ഒരു സ്ഥലമാണ് ഉനാക്കോട്ടി. ഇസ്കേലെ ഏക് ദന്ത് കഥ ഹെ, കേട്ടുകേൾവി അല്ലെങ്കിൽ ഈ പഴയ ആൾക്കാർ പറയുന്ന കഥ എന്ന് പറയില്ല, അതാണ് ദന്ത് കഥ ഹേക്ക്. കല്ലു നാം കെ ഏക് കുമാറിനെ, കല്ലു എന്നു പേരുള്ള ഒരു കുമാർ ശിവക്കെ സാത്ത് കൈലാസ് മേ രേനേക്ക്, ശിവൻ്റെ കൂടെ ശിവൻ താമസിക്കുന്ന കൈലാസത്തിൽ രേനേക്ക് ഇച്ഛ പ്രകടക്കി, താമസിക്കാനായിട്ട് ആഗ്രഹം പ്രകടമാക്കി. ലേക്കിൻ ശിവനെ ഉസ്കേലിയേക്ക് ഷർത്ത് രക്കി ദീക്കി. പക്ഷേ ശിവൻ എന്താണ്, ശിവന് ഇഷ്ടമുണ്ടായില്ല ഈ കല്ലുവിനെ കൂടെ കൂട്ടാൻ. പക്ഷേ പാർവതിക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പം പാർവതിയുടെ നിർബന്ധത്താലാണ് ശിവൻ കൊണ്ടുപോകാൻ സമ്മതിച്ചത്. പക്ഷെ ശിവൻ എന്ത് ചെയ്തു? ശിവനെ ഉസ്കേലിയേക്ക് ഷർത്ത് രക്കീതി, ശിവൻ അതിന് വേണ്ടിയിട്ടൊരു ബെറ്റ് വെച്ചു, ഷർത്ത്, ഒരു കണ്ടീഷൻ വെച്ചു. ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. യദി ഏക് രാത്രിമേ ശിവയ്ക്ക് ഏക് കരോൾ മൂർത്തിയാൻ ബനായത്തോ, ഒരു രാത്രി കൊണ്ട് ശിവൻ 1 കോടി ശിവൻ്റെ മൂർത്തികൾ ഉണ്ടാക്കുകയാണെങ്കിൽ ശിവ പാർവതിക്ക് സാത്ത് കൈലാസ് പർവ്വത് ജാ സകേഗ, ശിവപാർവതിയുടെ കൂടെ കൈലാസ പർവ്വതത്തിലേക്ക് പോകാൻ പറ്റും. അതായത് ഒരു രാത്രി കൊണ്ട് ശിവൻ്റെ 1 കോടി പ്രതിമകൾ ഉണ്ടാക്കണമെന്നായിരുന്നു വ്യവസ്ഥ. കല്ലുവിനെ മൂർത്തിയാൻ ബനാന ശുരുക്കിയ, കല്ലു എന്ത് ചെയ്തു? ആ മൂർത്തികൾ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ലേക്കിൻ സുബഹ ഹോനയ്ക്ക് കാരണം ഏക് കരോൾ സെ ഏക് മൂർത്തി കം ഹുയി. പക്ഷേ രാവിലെ ആയപ്പോഴേക്കും പക്ഷെ എന്ത് പറ്റി? 1 കോടിയിൽ 1 കുറവ് മൂർത്തിയായിപ്പോയി. 1 കോടി മൂർത്തികളാകാനായിട്ട് 1 മൂർത്തി കുറവായിപ്പോയി. ഇസി കാരണം കല്ലു വഹിരഹിക്കുക. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു? ആ ഒരു കാരണം കൊണ്ട് കല്ലുവിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. തപ്സി ഇസ്കാന ഉനാക്കോട്ടി പാട്കയ. അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? ഈ സ്ഥലത്തിന് ഉനാക്കോട്ടി എന്ന് പേര് വരികയും അത് പ്രസിദ്ധമായി തീരുകയും ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? പാട് के संदर्भ में उनाकोटी में स्थित गंगावतरण की कथा को अपने शब्दों में लिखिए. പാഠത്തിൻ്റെ സന്ദർഭം അനുസരിച്ച് ഉനാക്കോട്ടിയിൽ കാണുന്ന ഗംഗാവതരണം, ഉനാക്കോട്ടിയിൽ എങ്ങനെ ഒരു ഗംഗയുടെ അവതരണം ഉണ്ടായി എന്ന ആ കഥ ഒന്ന് വ്യക്തമാക്കുക. നമ്മൾ വായിച്ചില്ലേ ഗംഗാ അവതരണെ കുറിച്ച്. അപ്പോൾ ദന്തകഥാ കെ അനുസാർ കഹാ ജാത്താ ഹേ കി ഋഷി ഭഗീരഥ് കി പ്രാർത്ഥന പർ, കേട്ടുകേൾവി അനുസരിച്ച് ഋഷി, അതായത് മുനിയായ ഭഗീരഥൻ്റെ പ്രാർത്ഥനയാൽ ഗംഗാക്കോ പൃഥ്വി പർ ഉതർന്ന പട, ഗംഗാദേവിക്ക് ഭൂമിയിലേക്ക്, പൃഥ്വി എന്ന് പറഞ്ഞ ഭൂമിയിലേക്ക് ഉതർന്ന എന്ന് പറഞ്ഞാൽ വരേണ്ടതായിട്ട് വന്നു, ഭൂമിയിലേക്ക് പതിക്കേണ്ടതായിട്ട് വന്നു.
പരന്തു ഗംഗ കാ വേഗ് ഇത്തന തേസ് താകി, പക്ഷേ ഗംഗയുടെ വേഗത വളരെ തേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലായത് കാരണം യദി വ സീതി പൃഥ്വി പർ ഉതിർത്തിത്തോ, നേരെ വന്ന് ഭൂമിയിലേക്ക് വീഴുകയാണെങ്കിൽ പൃഥ്വി ദസ്കർ പാതാൾ ജായേഗ, ഭൂമി എന്താണ് ദസ്കർ ഇങ്ങനെ താഴേക്കും, അതിൻ്റെ ഗംഗയുടെ ആ പെട്ടെന്നുള്ള വേഗം കൊണ്ട് ഭൂമി പാതാളത്തിലേക്ക് ചെന്ന് പതിച്ചാലോ എന്ന് പേടി തോന്നിയാർക്ക് ഭഗീരഥന്. രോക്നെ കേലിയെ ശിവക്കോ തയ്യാറാക്കിയ. അപ്പോൾ അതെന്ത് ചെയ്തു, ശിവനെ ഇതൊന്ന് തടയുന്നതിന് വേണ്ടി ശിവനെ തയ്യാറെടുപ്പിച്ചു. വ ഗംഗാക്കോ അപ്പനി ജഡാവോം പർ ഉത്താരേയും. അപ്പോൾ അത് എങ്ങനെയാണ്, ഗംഗയുടെ നമ്മൾ പിക്ചറിൽ കണ്ടിട്ടുണ്ടാവും, ശിവൻ്റെ ജഡ ആ മുടി ഇങ്ങനെ കെട്ടി വെച്ചേക്കണം അവിടെ നിന്ന് ഗംഗാദേവിയിൽ നിന്ന് ഇങ്ങനെ ആ വെള്ളം വീഴുന്നത്. അപ്പോൾ ആ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. ഗംഗാക്കോ അപ്പനി ജഡാവോം പർ ഉത്താരെ. അപ്പം നേരെ ഭൂമിയിലേക്ക് പതിക്കാണ്ട് ശിവൻ്റെ ഈ ജഡയുടെ ഉള്ളിൽ ഗംഗാദേവീനെ ഇരുത്തുക. താക്കി ഉസ്കാ വേഗ കം ഹോ ജായ. അങ്ങനെ അതിൻ്റെ സ്പീഡൊന്ന് കുറഞ്ഞതിന് ശേഷം और ധീരെ ധീരെ പൃഥ്വി पर उतरे, പതുക്കെ പതുക്കെ ഭൂമിയിലേക്ക് വീഴുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, കല്ലു കുമാർ കാ നാം ഉനാകോട്ടി സെ കിസ് പ്രകാർ ജുഡ് ഗയ. കല്ലു കുമാറിൻ്റെ ആ പേര് ഉനാകോട്ടിയുമായിട്ടാണ് എങ്ങനെയാണ് അത് ജുഡ് ഗയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചേർന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇവർ തമ്മിൽ ബന്ധം വന്നു എന്നാണ് ക്വസ്റ്റ്യൻ. കഹാ ജാത്താ ഹേ കി കല്ലു കുമാർ കെ കാരൻ ഹി ഈ സ്ഥാൻ കാ നാം ഉനാകോട്ടി പട. പറയപ്പെടുന്ന എന്താണ്, കല്ലുകുമാരൻ്റെ കാരണത്താലാണ് ഈ സ്ഥലത്ത് ഉനാകോട്ടി എന്ന് പേര് വരാൻ കാരണം. വ ശിവ പാർവതിക്ക് സാത്ത് കൈലാഷ് പർവ്വത് പർ ജാനാ ചാത്താത. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിൽ ആൻസർ. എന്താണ്, കല്ലുകുമാർ ശിവപാർവതിയുടെ കൂടെ കൈലാസ പർവ്വതത്തിൽ താമസിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പരന്തു ശിവനെ ഏക് ഷർത്ത് രക്കി. പക്ഷേ ശിവൻ ഒരു കണ്ടീഷൻ വെച്ചു, ഉസേ ഏക് രാത്രി മേ ശിവയ്ക്ക് ഏക് കരോൾ മൂർത്തിയെ ബനാനി ഹോഗി. ശിവൻ്റെ ഒരു രാത്രി കൊണ്ട് ശിവൻ്റെ 1 കോടി മൂർത്തികൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. കല്ലു അപ്പനെ കാമേ ജുഡ് ഗയ. കല്ലു അത് കേട്ടപ്പോൾ തന്നെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ലേക്കിൻ സുബഹ ഹോനയ്ക്ക് കാരണം ഏക്ക് മൂർത്തി കമ്പടി. പക്ഷെ നേരം വെളുത്ത് പോയതുകൊണ്ട് 1 കോടിയിൽ 1 മൂർത്തി കുറവ് വന്നു. ശിവത്തോ ഇസി ബഹാനെ കല്ലുക്കോ വഹാൻ ചോഡ്കർ കൈലാസ് ജാപ്പട. ശിവൻ എന്ത് ചെയ്തു, അതൊരു കാരണമാക്കിക്കൊണ്ട് കല്ലുവിനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കൈലാസ പർവ്വതത്തിലേക്ക് പോയി. അങ്ങനെയാണ് ഉനാകോട്ടിയും കല്ലുകുമാറും തമ്മിലുള്ള ആ ഒരു ബന്ധം. मेरी रीड में एक जुर्जुरी सी दौड़ गई, लेखक के इस कथन के पीछे कौन सी घटना जुड़ी है. मेरी रीड में, എൻ്റെ റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഞരമ്പുകളിൽ എന്താണ് ഒരു പേടിയുടെ ജുർജുരി, നമ്മൾ ആ വനത്തിലൂടെ പോകുമ്പോൾ ലേഖകന് തോന്നിയതാണ്. അതെന്താണ് അങ്ങനെ വരാൻ കാരണമെന്നാണ് ക്വസ്റ്റ്യൻ. ലേഖക് മനുമേ ഷൂട്ടിംഗ് കർണേമേ വ്യസ്ത് ദാ. ലേഖക് മനുവിൽ ഷൂട്ടിംഗ് ചെയ്യുന്നതിന് വളരെ തിരക്ക് പിടിച്ച് നടക്കുന്ന സമയത്ത് തബി CRP ഏക ആത്മീനെ ബത്തായാക്കി. CRPയിലെ ഒരു വ്യക്തി എന്താണ് പറഞ്ഞത്, നിച്ചലി പഹാടിയം പർ ജഹാന്തോ പത്തർ പടേഹെ. അവിടെ ഇങ്ങനെ നിൽക്കുന്ന ആ പർവ്വതങ്ങളുടെ ഇടയിൽ 2 പത്തർ പടേ, 2 കല്ലുകളുടെ ഇടയിൽ വഹാൻ 2 ദിൻ പഹലെ, അവിടെ 2 ദിവസം മുമ്പ് ഏക്ക് ജവാൻക്ക് വിദ്രോഹിയോമിനെ മാർഡാല. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ജവാനെ വിദ്രോഹികൾ കൊന്നുകളഞ്ഞു. യവ് സുൻകർ ലേഖ ബഹു ഡർ ഗയ. ഇത് കേട്ടപ്പോൾ ലേഖൻ വളരെയധികം പേടിച്ചു. ജയ്സിക്ക് ഉസ്കി റീഡമേക്ക് ജുർജരീസി ദോടി ഗയി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ആ ഒരു ലൈൻ പറയാൻ, മേരി എൻ്റെ ഞരമ്പുകളിൽ എന്താ പറയുക പേടി തോന്നിയെന്ന്. അതായത് അത്ര നേരം ലേഖകൻ അവിടുത്തെ കാഴ്ചകളും കണ്ട് എല്ലാം ഭംഗിയായി ആസ്വദിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ പേടി എന്നൊരു സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലായിരുന്നു. അത്രം അത് വളരെ ഡേഞ്ചറസ് ആയ സ്ഥലമാണെന്നറിയാം. പക്ഷേ അതുകൊണ്ടാണ് CRPFൻ്റെ സെക്യൂരിറ്റിയിൽ അവർ പോയത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു പേടി തോന്നി എന്നാണ് പറയുന്നത്. ത്രിപുര ബഹുധാർമ്മിക് സാമാജിക ഉദാഹരൺ കൈസേ ബന. ത്രിപുര എങ്ങനെയാണോ ബഹുധാർമ്മിക്, ഒരുപാട് ധർമ്മങ്ങൾ അല്ലെങ്കിൽ മതങ്ങളുള്ള ഒരു സമൂഹമായി മാറാൻ, ഉദാഹരണമായി മാറാൻ കാരണം എന്താണ്. ത്രിപുരാമ ലഗാതാർ ബാഹരി ലോക ആത്തെ രേതേ. ത്രിപുരയിൽ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. ഇസി കാരണം ബഹുധാർമ്മിക് സാമാജിക ഉദാഹരണം ബന. അതുകൊണ്ട് ഇത് ഒരുപാട് ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മതങ്ങൾ ചേർന്ന ഒരു സമൂഹമായിട്ട് മാറി.
यहाँ 19 अनुसूचित जनजातियां और विश्व के 4 बड़े धर्मों का प्रतिनिधित्व है. 19 ഷെഡ്യൂൾ അനുസൂചിതം എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്ന്ന ജാതികൾ, ഷെഡ്യൂൾ കാസ്റ്റ്. അതുപോലെ തന്നെ ലോകത്തിലെ 4 വലിയ ധർമ്മങ്ങൾ, അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ്, അങ്ങനെ. യഹാ ബൗദ്ധധർമ്മ ബി മാനാ ജാത്താ ഹെ. ഇവിടെ ബൗദ്ധധർമ്മം, ബുദ്ധധർമ്മവും ആചരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു. അവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താണ്? ജനസംഖ്യ കൂടാൻ, ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് താമസിക്കുന്നതുകൊണ്ട്. 60 क्वेश्चन. टिलियामुरा कस्बे में लेखक का परिचय किन 2 प्रमुख हस्तियों से हुआ? समाज कल्याण के कार्यों में उनका क्या योगदान था? ടിലിയാമുരയിലെ കസ്ബ എന്ന് പറഞ്ഞാൽ ആ വില്ലേജിൽ ലേഖകൻ്റെ പരിചയം, ലേഖകൻ 2 പ്രമുഖ വ്യക്തികളായിട്ട് പരിചയപ്പെട്ടു. അവരെങ്ങനെയാണ് സമൂഹത്തോട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന 2 വ്യക്തികൾ, അവരെന്തൊക്കെയാണ് സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്തതെന്ന്. टिलियामुरा कस्बे में लेखक का परिचय लोक गायक हेमंत कुमार जमातिया और मंजू ऋषिदास से हुई. ടിലിയാമുര എന്ന ആ ജില്ലയിൽ ലേഖകൻ്റെ പരിചയം, ലേഖകൻ ആരേക്ക് ലോകഗായകനായ, ലോകപ്രശസ്ത ഗായകനായ ഹേമന്ത് കുമാർ ജമാത്തിയ, അതുപോലെ തന്നെ മഞ്ജു ഋഷിദാസ് സെ ഹുയി. हेमंत जमातिया को 1996 में संगीत नाटक अकादमी पुरस्कार मिला. हेमंत ജമാത്തിയയ്ക്ക് 1996 സംഗീത നാടക അക്കാദമി പുരസ്കാരം കിട്ടി. ജബ് ലേഖകൻ ഉൻസെ മിൽത്തെ സമയ, എപ്പോഴാണ് ലേഖകൻ അയാളെ കണ്ട സമയത്ത് ജില്ലാ പരിഷത്ത് സദസ്യക്ക് കാം കർത്തേതെ, അദ്ദേഹം ജില്ലാ പരിഷത്തിലെ ഒരു മെമ്പറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഞ്ജു ഋഷിദാസ് ആകർഷക് മഹിളാതി. നെക്സ്റ്റ് മഹിള എന്താണ്? മഞ്ജു ഋഷിദാസ് ഒരു ആകർഷിക്കപ്പെടുന്ന ഒരു മഹിളയായിരുന്നു. അവർ ഏക്ക് റേഡിയോ കലാകാർ ഹോനേക്ക് അലാവ, അവരൊരു റേഡിയോ കലാകാരിയായിരുന്നു. അതുകൂടാതെ നഗർ പഞ്ചായത്തമേ, നഗരത്തിലെ പഞ്ചായത്തിൽ അപ്പനെ വാർഡ് തൻ്റെ വാർഡിലെ പ്രതിനിധിത്വ ബി കർത്തേതി, പ്രതിനിധിയും ആയിരുന്നു. അതുകൊണ്ട് അപ്പനെ വാർഡ് അവർ തൻ്റെ വാർഡിൽ നൽക പാനി പਹੁഞ്ചാനെ, എന്ന് പറഞ്ഞാൽ പൈപ്പ് വെക്കുവാനും അതുപോലെ തന്നെ അതിലൂടെ വെള്ളം കൊണ്ടുവരുവാനും അവർ ഗലിയോമേ ഈട്ടയും പിച്ചുവാനേക്ക കാര്യബി കർവായ, വഴികളിൽ ഈട്ട് ബ്രിക്സൊക്കെ വെക്കാനും റോഡ് നന്നാക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള സാമൂഹിക കാര്യങ്ങളും ചെയ്തിരുന്നു എന്ന്. 7th क्वेश्चन. कैलाश नगर के जिलाधिकारी ने आलू की खेती के विषय में लेखक को क्या जानकारी दी? कैलाश नगर के जिलाधिकारी आलू की खेती के, ഉരുളക്കിഴങ്ങിൻ്റെ പൊട്ടറ്റോയുടെ ഗേത്തി കൃഷിയെക്കുറിച്ച് എന്തെല്ലാം അറിവുകളാണ് ലേഖകന് പറഞ്ഞു കൊടുത്തത്? जिलाधिकारी आलू की खेती के विषय में बताया कि आलू की बुआई के लिए पारंपरिक आलू के बीजों की ज़रूरत 2 മെട്രിക് ടൺ പ്രതി ഹെക്ടർ होती है. ജില്ലാധികാരി എന്താ പറഞ്ഞത്? ആലുക്കി ബുവായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിത്ത് വിതയ്ക്കുന്നതിന് വേണ്ടി പാരമ്പരികമായ ആലുവിൻ്റെ വിത്തുകൾ ഏകദേശം 2 മെട്രിക് ടൺ പ്രതി ഹെക്ടർ होती है. 1 ഹെക്ടറിന് 2 മെട്രിക് ടൺ പാരമ്പര്യമായ ആലുക്കളുടെ വിത്തുകൾ വേണ്ടി വരും. ജബ്കി പക്ഷേ TPS എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, പുതിയതായിട്ട് കണ്ടുപിടിച്ച ആ TPS എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനം വേണം? 100 ഗ്രാം മാത്രം 1 ഹെക്ടർ होती है. 100 ഗ്രാം മാത്രം മതിയാകും. अब TPS का निर्यात पड़ोसी राज्यों और देशों का भी किया जा रहा है. निर्यात എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിങ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ കൂടാതെ മറ്റു ദേശങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന്. അതായത് പാരമ്പരികമായ വിത്ത് 1 ഹെക്ടറിന് 2 മെട്രിക് ടൺ ആവശ്യമുണ്ട് വിത്തുകൾ. പക്ഷേ TPS ഏകദേശം 1 ഹെക്ടറിന് 100 ഗ്രാം മാത്രം മതിയെന്ന്, അത്രയും ക്വാളിറ്റി ഉള്ളതാണെന്നാണ് പറയുന്നത്. त्रिपुरा के घरेलू उद्योगों पर प्रकाश डालते हुए अपनी जानकारी के कुछ अन्य घरेलू उद्योगों के विषय में बताइए. ത്രിപുരയിലെ ഘരേലു ഉദ്യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന ചെറിയ വ്യവസായങ്ങൾ, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ത്രിപുരയിൽ നടക്കുന്ന ആ വ്യവസായങ്ങളെന്നൊന്ന് പറയാം. അപ്പോൾ ത്രിപുരാമേ അനേക ഘരേലു ഉദ്യോഗം ചലത്തെ ഹേ, ഒരുപാട് ചെറിയ
വ്യവസായങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ അഗർബത്തി ബനാന, അതായത് ചന്ദനത്തിരികൾ ഉണ്ടാക്കുക, ബാസ്കെ ഗിലവനെ ബനാന, ബാസ് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക, ഗലേമെ പാനേക്ക് മാലായം ബനാന, കഴുത്തിൽ അണിയുന്ന മാലകൾ ഉണ്ടാക്കുക, അഗർബത്തി കേലിയെ ബാസ്കി പത്തിലി സീറ്റെ തയ്യാർ കർണ ആദി. അഗർബത്തി ഉണ്ടാക്കുക, അതിന് ചന്ദനത്തിരി ഉണ്ടാക്കുന്നതിന് മുളയുടെ നേർത്ത സീട്ടയും, ആ സീട്ടയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കൊമ്പല്ല, ആ ചെറിയ ചെറിയ നേർത്തതാക്കിയിട്ട് അതിൻ്റെ ആ വടി പോലെ ഉണ്ടാക്കുക. നേർത്ത് നമ്മൾ കണ്ടല്ലോ ചന്ദനത്തിരി എത്ര നേർത്താണെന്ന്. അപ്പോൾ ആ മുളേനെ അത്ര നേർത്തതാക്കി തയ്യാർക്കരണ, അങ്ങനെയുള്ള വ്യവസായങ്ങളാണ് നടക്കുന്നതെന്ന്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.